കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഞാൻ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്നുവരെയും നമ്മെ പോറ്റി പുലർത്തിയ ദൈവം, ഒരു പുതിയ പ്രഭാതം കൂടെ കാണുവാൻ നമ്മെ സഹായിച്ച ദൈവം, വിശ്വസ്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ ഇന്ന് പകൽക്കാലം വിശ്വസ്തയോടെ ഒരു നല്ല സ്വഭാവത്തിനുടമകളായി ജീവിപ്പാൻ്റെ കൊണ്ടം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആയിരിക്കാം. ടാലൻറ്റ് ഈസ് ഗോഡ് ഗിവൺ, be humble. Fame is man given, be grateful. Conceit is self given, be careful. Conceit, ഈ പൊങ്ങച്ചമൊക്കെ ഉണ്ടല്ലോ, ദുരഭിമാനം, അത് നമ്മിലുണ്ടെങ്കിൽ we should be careful. നമ്മൾ ദൈവമക്കളെ നമുക്ക് ഒന്നും കണ്ട് ഈ ലോകത്തിൽ പുകഴുവാനില്ല. ദൈവം നിർത്തുന്നത് കൊണ്ട് നാം നിൽക്കുന്നു, അവൻ നമ്മെ നടത്തുന്നത് കൊണ്ട് നാം നടക്കുന്നു. ഈ അതിരാവിലെ കാലം അവൻ നമ്മെ ഉണർത്തിയത് കൊണ്ട് നാം ഉണർന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിലെ വീക്ക്നെസ്സസ് എല്ലാം ദൈവം തരുന്ന ഓരോ ഓപ്പർച്യൂണിറ്റിയാണ്, ഓരോ അവസരമാണ്. എന്തിനു തരുന്ന അവസരമാണ്? ദൈവശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരാൻ. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഈ നാളുകളിൽ വളരെ കരുതലോടുകൂടി ആയിരിക്കട്ടെ. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായി ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കയില്ല. 2 ചോദ്യങ്ങളവിടെ. ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് ആരെയാ? ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? 2 ചോദ്യചിഹ്നങ്ങൾ അവിടെ ഉണ്ട്. ഒരു ചോദ്യമുണ്ടെങ്കിൽ അതിനുത്തരം നാം കൊടുക്കാൻ നാം ബാധ്യസ്ഥരാണ്. ഇവിടെ പറയുന്നു, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് ജീവിച്ചാൽ നാം ദൈവത്തിൻ്റെ ദാസനല്ല, ദൈവത്തിൻ്റെ ദാസിയല്ല. ഞാൻ വാസ്തവമായി ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ തന്നെ നിങ്ങളോട് ഉത്തരം പറഞ്ഞാൽ മതി. മറ്റുള്ളവർക്ക് നമ്മളെപ്പറ്റിയുള്ള ഒപ്പീനിയൻ ഒന്ന് ചേഞ്ച് ചെയ്യാൻ നാം എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ട്? വി ആർ ഡിറ്റർമിൻഡ് ടു പ്രൂവ് ടു ദം ദാറ്റ് വി ആർ വാല്യുബിൾ, അല്ലേ? ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് മരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഹാരി ട്രൂമാനെ പ്രസിഡൻസി അടിച്ചേൽപ്പിച്ചു. അപ്പോൾ സ്പീക്കർ ഓഫ് ദ ഹൗസ് സാം റേബോൺ ഹാരി ട്രൂമാനെ വിളിച്ച് ഒരു വശത്തേക്ക് കൊണ്ടുപോയിട്ട് ഒരു കാര്യം പറഞ്ഞു. നിൻ്റെ ചുറ്റും ധാരാളം ആൾക്കാർ നിന്നെ പൊക്കിപ്പറയാൻ, നിന്നെ പുകഴ്ത്തി പറയാൻ കാണും. നീ വലിയ കഴിവുള്ളവനും മിടുക്കുള്ളവനുമാണ് എന്നൊക്കെ അവർ പറയും. പക്ഷെ എനിക്ക് നിനക്കും അറിയാം നീ അങ്ങനെയല്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. നമ്മളോട് വല്ലവരും ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ പോട്ടെ. ഇത് ഹാരി ട്രൂമാൻ അതുപോലെ കേട്ടു, വിശ്വസിച്ചു, മുന്നോട്ട് പോയി. നമുക്കറിയാം, ചരിത്രത്തിൻ്റെ ഏടുകൾ നോക്കുമ്പോൾ ഹാരി ട്രൂമാൻ ശരിക്കും ഒരു നല്ല പ്രസിഡൻ്റ് എന്ന നിലയിൽ തൻ്റെ ഭരണം കാഴ്ചവെച്ചു. നമ്മുടെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് 3 നാൾക്ക് നാൾ വർദ്ധിക്കണം. ദൈവത്തിലുള്ള വിശ്വാസം ഒട്ടും കുറയുവാനിടയാകരുത്. നാം ദൈവത്തിൻ്റെ ദാസിമാരാണ്. നമുക്ക് ചില കടപ്പാടുകളെല്ലാം നമ്മുടെ യജമാനനോട് ഉണ്ട്. അത് മറന്നു പോകാതെ അതിൽ നാം വിശ്വസ്തത പുലർത്തണം. മൊർദെഖായിയെക്കുറിച്ച് നമുക്കറിയാം. ഒരു സമയത്തെ കാര്യം പറയുക. എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം 21, 22, 23 വായിക്കുമ്പോൾ, ആ കാലത്ത് മൊർദെഖായി രാജാവിൻ്റെ വാതിൽക്കലിരിക്കുമ്പോൾ വാതിൽ കാവൽക്കാരിൽ രാജാവിൻ്റെ 2 ഷണ്ഡന്മാരായ ബിഗ്ധാനും തേരശും ക്രുദ്ധിച്ച് അഹശ്വേരോശ് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ തരം അന്വേഷിച്ചു. മൊർദെഖായി കാര്യമറിഞ്ഞു എസ്തേർ രാജ്ഞിക്ക് അറിവ് കൊടുത്തു. എസ്തേർ അത് മൊർദെഖായിയുടെ നാമത്തിൽ രാജാവിനെ ഗ്രഹിപ്പിച്ചു. അന്വേഷണം ചെയ്താറെ കാര്യം സത്യമെന്ന് കണ്ടവരെ 2 പേരെയും കഴുവിന്മേൽ നിന്ന് തൂക്കിക്കളഞ്ഞു.
ഇത് രാജാവിൻ്റെ മുമ്പിൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചു. രാജാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ ഒന്നും രാജാവിന് പറ്റിയില്ല. ആര് കാരണം? മൊർദെഖായി കാരണം. പക്ഷെ പ്രതിഫലമോ മാനമോ ഒന്നും തനിക്ക് കിട്ടിയില്ല. അതിൽ തനിക്കൊരു കംപ്ലൈൻറ്റും ഇല്ലായിരുന്നു. വിശ്വസ്തനായ ഒരു ദാസൻ്റെ സ്വഭാവം എന്തു ചെയ്താലും ഞാൻ ചെയ്യേണ്ടതേ ചെയ്തു എന്നുള്ള ചിന്ത അതവനെ ഭരിക്കും. മനുഷ്യരുടെ പ്രശംസയൊക്കെ തീർന്നു പോകും. ഓർത്തു കൊള്ളണമേ, ദൈവം പ്രശംസിക്കുന്നവൻ അത്രേ കൊള്ളാകുന്നവൻ. നമ്മെ മിസ്ട്രീറ്റ് ചെയ്തവർ കാണും. മാനസികമായി നമ്മളെ ക്രിപ്പിൾ ചെയ്തവർ കാണും. അങ്ങനെ വന്നുപോയ സംഭവങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിലെ ഉണ്ടായിട്ടില്ലേ? എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നാം തന്നെ നമ്മളുണ്ടാക്കിയ ഒരു ചെറിയ കൂട്ടിൽ ഒതുങ്ങിക്കൂടി മറഞ്ഞിരിക്കാൻ ആഗ്രഹിച്ച സന്ദർഭങ്ങളില്ലേ? പറയുന്നവർ പറയട്ടെ, ക്രിട്ടിക്സ് എന്നും കാണും. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അവരുടെ ഒപ്പീനിയനും നമ്മുടെ ഒപ്പീനിയനും ചിലപ്പോൾ ഒന്നാകും. നീ ചിലപ്പോൾ അതുപോലെ തന്നെ ചിന്തിക്കും. അങ്ങനെ വന്നാൽ നീ നിൻ്റെ മനസ്സിനുള്ളിൽ നീ തന്നെ ഒരു കാരാഗ്രഹം ഉണ്ടാക്കിയ, പക്ഷെ ആ കാരാഗ്രഹത്തിൽ ഒറ്റ പ്രിസണറെ കാണത്തില്ല. അതാരാ? അത് നീ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇന്ന് രാവിലെ കാലം ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതായത്, നിൻ്റെ ജീവിതം കൊണ്ട് നീ ചിലരെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ പരിശ്രമിച്ചിട്ട് അവർ ഇന്ന് വരെ ഇമ്പ്രസ്ഡ് ആയിട്ടില്ല, അല്ലേ? ഇത് സത്യമല്ലേ? അങ്ങനെയുള്ള ചിലർ ഇന്ന് രാവിലെ അതിരാവിലെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. വിട്ടുകള കുഞ്ഞെ, വിട്ടുകള. ആരെയാ നീ പ്രസാദിപ്പിക്കുന്നത്? നീ നിൻ്റെ ദൈവത്തെ മാത്രം പ്രസാദിപ്പിച്ചാൽ മതി. ദൈവത്തിൻ്റെ പ്രസാദം ജീവപര്യന്തമുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് വേണ്ടേ? പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ പ്രസാദിച്ചാൽ അവൻ്റെ ജീവിതം ഇന്നോ നാളെ കൊണ്ടോ തീരും. സങ്കീർത്തനം 30:5 പറയുന്നു, അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. ഞാൻ പറയട്ടെ, നമ്മൾ ചിലപ്പോൾ തെറ്റ് ചെയ്തു പോയെന്നിരിക്കും, നമ്മൾ തെറ്റിപ്പോയെന്നിരിക്കും. എന്നാലും നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. സങ്കീർത്തനം 103:8-9 വാക്യം ഇങ്ങനെ പറയുന്നു, യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയുമുള്ളവൻ തന്നെ. അവൻ എല്ലായ്പ്പോഴും ഫത്സിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. കണ്ടോ? നാം വീണു പോകുമ്പോൾ, തെറ്റ് ചെയ്യുമ്പോൾ, പാപം ചെയ്തു പോകുമ്പോൾ കർത്താവ് നമ്മോട് കോപിച്ചാലും അതെന്നേക്കും നിലനിൽക്കത്തില്ല. കാരണം അവൻ്റെ പ്രസാദം ജീവപര്യന്തമുള്ള. നാം അവൻ്റെ മക്കളാണ്. അവൻ നമ്മിൽ പ്രസാദിക്കും. അതുകൊണ്ട് അവനെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്നതല്ലേ ഉത്തമം. യെശയ്യാവ് 54:7-8, ഐസായ ചാപ്റ്റർ 54:7-8. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, എങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ക്രോധാധിക്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എൻ്റെ മുഖം നിനക്ക് മറച്ചു, എങ്കിലും നിത്യദയോടെ ഞാൻ നിന്നോട് കരുണ കാണിക്കുമെന്ന് നിൻ്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ അരുളി ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തോന്നും ദൈവം പോലും നമ്മെ മറന്നുപോയോന്ന്. എന്നാൽ അല്പസമയത്തേക്ക് നമ്മെ മറന്നുവെങ്കിലും കരുണ കാണിക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. മൊർദെഖായിയെ മറക്കാത്ത ഒരു ദൈവമുണ്ട്. അവൻ വിശ്വസ്തനായി, നന്ദിയുള്ളവനായി, പെറുപെറുക്കാതെ ഉപവസിക്കുന്നവനായി, പ്രാർത്ഥിക്കുന്നവനായി മുന്നോട്ട് പോയി. ദൈവം അവനെ മാനിച്ചില്ലേ? രാജാവിൻ്റെ ഉറക്കത്തെ കെടുത്തി ദൈവം അവനെ മാനിച്ചു. ഓർക്കണമേ, മാനം കിട്ടിയതിൻ്റെ ഒരു പ്രത്യേകത, ആ മാനം അവന് മാത്രമല്ല, അവൻ്റെ സ്വകേല കുലത്തിനും കിട്ടി. എസ്തേറിൻ്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, എന്നാൽ മൊർദെഖായി നീലവും ശുഭ്രവുമായ രാജവസ്ത്രവും വലിയ പൊൻകിരീടവും ചണനൂൽ കൊണ്ടുള്ള രക്താംബരവും ധരിച്ച് രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. ശൂഷൻ പട്ടണം ആർത്ത് സന്തോഷിച്ചു. യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഒറ്റ ഒരു വ്യക്തി കാരണം, ഒറ്റ ഒരു വ്യക്തി ദൈവത്തെ മാത്രം പ്രസാദിപ്പിച്ച് നിന്നതുകൊണ്ട് ലോകരാജാവിൻ്റെ പ്രസാദം അവൻ ആഗ്രഹിച്ചില്ല.
രാജാവിൻ്റെ കൽപ്പനയും തീർപ്പും ചെന്നെത്തിയ സ്വകേല സംസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലും യഹൂദന്മാർക്ക് ആനന്ദവും സന്തോഷവും വിരുന്നും ഉത്സവവും ഉണ്ടായി. യഹൂദന്മാരെയുള്ള പേടി ദേശത്തെ ജാതികളുമേൽ വീണിരുന്നുകൊണ്ട് അവർ പലരും യഹൂദന്മാരായി തീർന്നു. പ്രൈസ് ദ ലോർഡ്. ദൈവത്തെ പ്രസാദിപ്പിച്ച് നിന്നപ്പോൾ ഉണ്ടല്ലോ, അനേകർ ദൈവപക്ഷത്തേക്ക് ചേരുവാൻ കൂടെ ഇടയായി. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ടു സക്സീഡ് ഇൻ ലൈഫ് you must be able to work alongside people without allowing yourself to be controlled by their moods or governed by their opinions. ജനത്തിൻ്റെ ഒപ്പീനിയൻസ് എന്തുമാകട്ടെ, അത് കേട്ട് കലങ്ങിപ്പോവാനും ഇളകിപ്പോവാനും കുലുങ്ങിപ്പോവാനുമല്ല, ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നാം നിൽക്കണം. അങ്ങനെ നാം നിന്നാൽ ഹല്ലേലൂയ, ദൈവം നമ്മിൽ പ്രസാദിക്കും. നമുക്ക് പൗലോസ് അപ്പോസ്തലനെ പോലെ ചേർന്ന് പറയാൻ തക്കവണ്ണം പറ്റണം. ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നു. ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസന്മാരായിരിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ നല്ല ദാസ്യന്മാരായിരിക്കാൻ തക്കവണ്ണം നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ രാജാവേ, ഈ രാവിലെ കാലസമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പലപ്പോഴും കർത്താവെ ഞങ്ങൾ പലതും ചെയ്തു കൂട്ടി. കർത്താവെ, മറ്റുള്ളവരിലൊരു നല്ല ഇമ്പ്രഷൻ ഞങ്ങളെക്കുറിച്ച് കർത്താവെ ക്രിയേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നവരാണെന്ന് സമ്മതിക്കുന്നു. കർത്താവെ, ആ സ്വഭാവങ്ങളൊക്കെ ഞങ്ങളിൽ നീ മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവ ഇഷ്ടം ചെയ്ത് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി സത്യമായതും ഘനമായതും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ നല്ല ദാസന്മാരായിരിക്കാൻ തക്കവണ്ണം, വിശ്വസ്ത ദാസന്മാരായിരിക്കാൻ തക്കവണ്ണം ജീവപര്യന്തമുള്ള നിൻ്റെ പ്രസാദം, ഹല്ലേലൂയ, ജീവപര്യന്തം ഞങ്ങളുടെ മേൽ പ്രസാദം കാണിക്കുന്ന കർത്താവിനെ സന്തോഷിപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നീ ദീർഘക്ഷമയും മഹാകരുണയും ദയയുമുള്ള ദൈവമാണല്ലോ. ഹല്ലേലൂയ. മൊർദെഖായിയെ പോലെ കർത്താവെ വിശ്വസ്ത പുലർത്തുവാനും, ഹല്ലേലൂയ, നീ പ്രതിഫലം തരുമ്പോൾ ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ സുഖേല കുലത്തിനും ഹല്ലേലൂയ നന്മ പ്രാപിക്കത്തക്കൊണ്ടുള്ള അവസരത്തിലേക്ക് നീ ഞങ്ങളെ കരം പിടിച്ച് നടത്തുമാറാകണം. വചനം കേട്ട് ഓരോ ശ്രോതാക്കളെയും നീ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.